പത്മകുമാറും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതിൽ നേരിട്ട് പാർട്ടിക്കോ സർക്കാരിനോ ഒരു പങ്കുമില്ല, അങ്ങനെ തെളിയിക്കാനുള്ള ഒരു ഡെവലപ്മെന്റും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു. പക്ഷേ ഇതേ ഇപ്പോൾ പഴയ 2019 ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ കട്ടളപ്പാളിയിലെ സ്വർണം കടത്തിയതിൽ കാര്യമായ ഗുരുതരമായ വീഴ്ച അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതർത്ഥത്തിൽ പാർട്ടിയെ, ദേവസ്വം വകുപ്പിനെ, എന്ന് വെച്ചാൽ അന്നത്തെ കടകംപള്ളി മന്ത്രിയായിരുന്ന ദേവസ്വം ബോർഡിനെ ഏതെല്ലാം അർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, ഏത് തരത്തിലുള്ളൊരു വിശദീകരണവും പ്രതിരോധവും വേണ്ടി വരും? ഇതിന് പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ 2019 ഭരണസമിതി അംഗങ്ങളെ ഇതിനകത്ത് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് വിലയിരുത്തുന്നു. അതിനകത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണെന്നുണ്ടെങ്കിൽ ആ ഭരണസമിതി അംഗങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണസമിതിക്ക് വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്ന ആ കാര്യം. അത് വീഴ്ച ഉണ്ടായി എന്ന് സ്വയം സമ്മതിക്കുകയാണ് CPM ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ആ ഭരണസമിതി അംഗങ്ങളെ അതിനകത്ത് അതിന്റെ ഭാഗമാക്കി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട യാതൊരു കാര്യവും ഇല്ല, അവർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറ്റി നിർത്താമായിരുന്നു. പക്ഷേ ഈ ഭരണസമിതി അംഗങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തുക വഴി CPM ചെയ്തിരിക്കുന്നത് അന്നത്തെ 2019 പത്മകുമാർ അധ്യക്ഷനായ ഭരണസമിതിക്ക് ചില വീഴ്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കുറ്റസമ്മതം കൂടിയാണ് ഈ പ്രതിപട്ടികയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ആ കാര്യം. അതേസമയം തന്നെ CPM അതിനെ ന്യായീകരിക്കാൻ പോകുന്നത് ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കും എന്നുള്ള വിശദീകരണമായിരിക്കും നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വരും സമയങ്ങളിൽ. ഇപ്പോ പ്രതികരണം എന്തായാലും വരും സമയങ്ങളിൽ ഉണ്ടാകും. അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള നിലപാട് സ്വീകരിക്കും. അത് ദേവസ്വം മന്ത്രി അങ്ങനെ ന്യായീകരിച്ച് നിൽക്കാൻ കൂടി ഒരു അവസരമായിരിക്കുന്നു. അതായത് അന്നൊരു വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ ദേവസ്വം ബോർഡിന്റെ തന്നെ പരാതിയിൽ മുൻകൈ എടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രതിരോധമാക്കി ഉയർത്താനും ഒരുപക്ഷെ CPM വരുന്ന ആളുകളിൽ ശ്രമിച്ചു. അതെ ജിൽസി, അതിനകത്ത് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു, അയ്യപ്പന്റെ സ്വർണം കെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കും എന്നൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് ഏത് ഭരണസമിതി ആയാലും അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നേരിയൊരു എഡ്ജ് ഈ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കാൻ വേണ്ടി, NSS SNDPയുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കാൻ വേണ്ടി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഇത് ഇടിത്തി പോലെ വന്ന് ഈ വിഷയം വന്നു വീഴുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ ഈ പ്രതിപട്ടികയിലെ അവസാനത്തെ പേരുകളായിട്ട് ഈ ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നടപടി ഉണ്ടാകും, ചോദ്യം ചെയ്യലുണ്ടാകും, പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിനകത്ത് വേറെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയില്ല. കാരണം തെരഞ്ഞെടുപ്പ് സമയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, അത് പ്രത്യേകിച്ച് ശബരിമല, എന്തെങ്കിലും വിഷയമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പ്രത്യേകിച്ച് ശബരിമല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശബരിമല എത്രത്തോളം പൊള്ളുന്ന വിഷയമാണ് എന്ന ഏറ്റവും കൂടുതൽ ബോധ്യമുള്ള രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ CPM തന്നെയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറാകാനുള്ള സാധ്യത കുറവാണ് ജിൽസി.